തിരുവനന്തപുരത്തേതുപോലെ തന്നെ കേരളത്തിലെമ്പാടും വിജയ് ആരാധകർ വലിയ ആവേശത്തിലാണ്. കൊച്ചിയിലും ജനനായകൻ കാണാൻ വലിയ തിരക്കാണുള്ളത്. ആക്ച്വലി ജനനായകൻ ജനുവരിയിൽ പൊങ്കലിന് റിലീസാവേണ്ട ചിത്രമായിരുന്നു. പക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടി ഇപ്പൊ എന്താ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പം വിജയ് സാറ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ ഒരു പടം റിലീസാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്കൊരു സെലിബ്രേഷനാണ്, മോർ ദാൻ ഒരു ഫിലിം. കാരണം ഇത്രയും നാള് അദ്ദേഹം തന്നിട്ടുള്ളത്, സിനിമയിൽ തന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ജനനായകന്റെ റിലീസ്. ജനനായകൻ എന്ന് പറഞ്ഞാൽ പുള്ളിയില്ലാത്ത ഒരു ദിവസമല്ല ന്യൂസിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാടിനെ ഓരോരോ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റലുകളിൽ സഞ്ചരിക്കുന്നു, മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനെ പല പല അക്ഷരാർത്ഥത്തിൽ ജനനായകനാണ്. ഇനിയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജനനായകൻ കണ്ടിട്ട് നമുക്ക് നോക്കാം ഈ പടം എന്തിനാണ് തടഞ്ഞു വെച്ചതെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലായി. ഇല്ല, കുറേ തവണ വെയിറ്റ് ചെയ്ത് ഈ മൂവി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ കുറേ പരിപാടി സെലിബ്രേഷൻ ഉണ്ടാവും, ഇവിടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ. അത് കാണുമ്പോൾ കുറച്ച് ഇതാണ് ആവശ്യമുണ്ട്. പിന്നെ ഈ മൂവിക്ക് 2 years വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ കാർഡ് മുൻപ് ഇത് തലപതി വിജയാണ്, ഇപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. എങ്കിൽ തലപതി ഇപ്പോൾ വിജയ് ഇത് ചീഫ് മിനിസ്റ്ററാണ്. സോ ആ ടൈറ്റിൽ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്. വിജയ് ജനനായകനാണെന്ന് ഓൾറെഡി തെളിയിച്ചാണല്ലോ. പക്ഷെ വിജയ് എന്ന് പറഞ്ഞ ആക്ടറും ഒരു സ്റ്റാറും സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം CM ആണെങ്കിലും ഒരു 1.5 കൊല്ലം കൂടുമ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്യാവുന്നതാണ്. വിജയ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ പ്ലസ് ജനങ്ങളുടെ ജനനായകനാണ് റിയൽ ലൈഫിൽ, അല്ലേ? അപ്പൊ ആ വിജയ് കംബാക്ക് അടിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിജയ് തീർത്തും പരിപൂർണമായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു പോകുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് വിജയ് തിരിച്ചു വരും എന്നുള്ളൊരു ഇത് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായി. വിജയുടെ അവസാന ചിത്രമാണ്, അതിന്റെ ഒരു സങ്കടം അവർക്കുണ്ടോ? എന്താണ് എല്ലാവരുടെയും പ്രതികരണങ്ങൾ? അനുശ്രീ, നമ്മളെ കണ്ടതുപോലെ ആദ്യം സിനിമയ്ക്ക്, അതായത് തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപുള്ള റെസ്പോൺസ് ആണ്. എന്തായാലും തിയേറ്ററിൽ നിന്ന് വലിയ ആരവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ എറണാകുളത്ത് വനിതാ തിയേറ്ററിലാണ് ഉള്ളത്. നിലവിൽ ഇവിടെ എങ്ങും ആരുമില്ല, എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും റെസ്പോൺസ് പോലെ തന്നെ അനുശ്രീ പറഞ്ഞ പോലെ തന്നെ വിജയുടെ അവസാനത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെയും അത് മാത്രമല്ല, അദ്ദേഹം CM ആകുന്നതിന് മുൻപ് തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന സിനിമ, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും മറ്റു ചില പ്രശ്നങ്ങളും സെൻസർ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഇത്രയധികം കാലം നീണ്ടു ഇടയ്ക്ക് സിനിമ ലീക്ക് ചെയ്തു. എന്നിട്ട് പോലും 30 കോടിയാണ് ഇപ്പോൾ പ്രീ ബുക്കിംഗ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ്? അതായത് 15,000 ടിക്കറ്റുകൾ പെർ മിനിറ്റ് എന്നുള്ള കണക്കോ ആ ഒരു കണക്കിലാണ് അത് പോയിരിക്കുന്നത്. എന്തായാലും 1.2 കോടിയിലധികം ആളുകളാണ് നേരത്തെ ഈ സിനിമ ലീക്കായ സമയത്ത് കണ്ടിരുന്നത് എന്നാണ് കണക്ക്. പക്ഷേ അങ്ങനെ ഒരു വ്യാജ പതിപ്പ് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ പോലും ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ജനുവരി മുതൽ വലിയ കാത്തിരിപ്പായിരുന്നു. അതായത് ദളപതി വിജയുടെ അവസാനത്തെ ചിത്രം അദ്ദേഹം പ്രഖ്യാപിച്ച ശേഷമുള്ള അവസാനത്തെ ചിത്രം ജനനായകൻ റിലീസാകുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ഈ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്കൊടുവിൽ സിനിമയുടെ റിലീസ് ഒടുവിൽ ഇന്ന് ജൂലൈ 23 വരെ ആയി. പക്ഷെ വലിയ ആരാധക വൃന്ദമാണ് നമുക്ക് രാവിലെ ഇവിടെ കാണാൻ കഴിയും. വലിയ തിരക്കുമാണ്. എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ് കൊച്ചിയിൽ ഇപ്പോൾ ഉള്ളത്. 6 മണിയുടെ ഷോയിൽ എല്ലാ തിയേറ്ററുകളും ഫുള്ളായിരുന്നു. അടുത്ത ടിക്കറ്റും, അതായത് അടുത്ത ഷോ 10 മണിക്കാണ്. 10 മണിക്കുള്ളതിലും നമുക്ക് ടിക്കറ്റുകളെല്ലാം ഫില്ലായതായിട്ട് കാണാൻ കഴിയുന്നത്. എന്തായാലും എത്ര കോടി, അതായത് 100 കോടി തന്നെ ഓപ്പണിംഗിൽ കളക്ട് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു കത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. എന്തായാലും സിനിമ ലീക്കായതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയൊന്നും ഇല്ല. അതിന്റെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് സിനിമ ലീക്കായിരുന്ന സാഹചര്യവും എഡിറ്ററെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതൊരു വലിയ ഒരു തിരിച്ചടിയായിട്ട് ജനനായകന് വന്നിട്ടുണ്ട്. പക്ഷേ സിനിമ ഈ അദ്ദേഹം TVK രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകൾക്കുമൊക്കെ സിനിമ ഒരു പ്രചാരണ ആയുധമാക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണോ ഇത്തരത്തിൽ ഈ സിനിമയെ ഇത്ര കാലം റിലീസ് തടഞ്ഞതും? പിന്നീട് അതിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായപ്പോഴും പിന്നെയും അദ്ദേഹത്തിന് ഈ ജനനായകൻ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നങ്ങൾ, അത്ര നിരവധി തർക്കങ്ങളും പ്രശ്നങ്ങൾക്കും ഒടുവിലാണ് ഇന്ന് സിനിമ വെള്ളിത്തിരയിൽ എത്തുന്നതും.
ആളുകൾ ഫാൻസ് അസോസിയേഷന് വലിയ കാത്തിരിപ്പാണ്. പക്ഷെ പലരും പറയുന്നു ഈ CM ആയി, പക്ഷേ ദളപതി വിജയ് എന്നുള്ള നിലയിൽ അദ്ദേഹം തുടരണം. അതായത് ഈ കാലഘട്ടത്തിനിടയിൽ ഒരു 2 മാസമോ 3 മാസമോ എടുത്ത് വർഷത്തിലൊരു സിനിമ അല്ലെങ്കിൽ ഈ 5 വർഷത്തിനിടെ 1-2 സിനിമയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് നിലനിർത്തണമെന്നുള്ള ആഗ്രഹവും ഫാൻസ് അസോസിയേഷനിൽ പലരും മീൻസ് അങ്ങനത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജനനായകൻ സിനിമ വലിയ വിജയമാകുമെന്ന് തന്നെയാണ് ആളുകളുടെ പ്രതീക്ഷയും. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സിനിമ പോലെ തന്നെ അദ്ദേഹം ജനനായകനായ ശേഷം ആണ് ഇപ്പോൾ സിനിമയും തിയേറ്ററിലെത്തുന്ന വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത ശേഷം അവസാനത്തെ സിനിമ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ജനനായകൻ ഇത്ര വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നതും ഇത്ര വലിയ പ്രതിസന്ധികളിലൂടെ ഒരു സിനിമ കടന്നുപോയതും. അങ്ങനെ തന്നെയാണ്. എന്തായാലും അതൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ശരിക്കും തമിഴ്നാട് ജനതയുടെ ജനനായകനായ ശേഷമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് എന്നുള്ള ടാഗ്ലൈൻ തിയേറ്ററുകളിലെല്ലാം കാണാം. അതിനുശേഷം ദളപതി വിജയ് എന്നുള്ളതിൽ നിന്ന് മാറിയ ശേഷം അതും ആരാധകർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അനുശ്രീ, ശരി, അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ വിജയുടെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയുടെ അവസാനത്തെ സിനിമയാണ് എന്നുള്ള ഒരു സങ്കടം എല്ലാ ആരാധകരിലുമുണ്ട്. ഫാൻ ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 മണിയോടെയൊക്കെ തന്നെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ജനനായകൻ എല്ലാവർക്കും ഇഷ്ടമായോ, അതോ വിജയുടെ അവസാന ചിത്രം എന്നുള്ള നിലയിൽ എല്ലാവരും സങ്കടത്തിലാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.